മാതാപിതാക്കൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ ഫസ്റ്റ് ഡെന്റൽ വിസിറ്റ് താമസിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം. കുഞ്ഞുങ്ങൾ ആദ്യത്തെ പല്ല് വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഡെന്റൽ വിസിറ്റ് അത്യാവശ്യമാണ്. അത് കുഞ്ഞുങ്ങളുടെ പേടി മാറ്റാനും സഹായിക്കും. കുഞ്ഞുങ്ങളുടെ കേടിന്റെ ആദ്യത്തെ സൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും സഹായിക്കും. രണ്ടാമത്തെ കാര്യം, പാൽപ്പല്ലുകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം ആരും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പാൽപ്പല്ലുകളല്ലേ, അത് പൊഴിഞ്ഞു പോകും, പിന്നീട് പുതിയ പല്ല് വരും എന്നൊരു ചിന്ത എല്ലാവരിലും ഉണ്ട്. പക്ഷെ ഈ പല്ലുകൾ കറക്റ്റ് സമയത്ത് പൊഴിയുന്നതിലും അടുത്ത പല്ലുകൾ കറക്റ്റ് സമയത്ത് വരുന്നതിലും വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പല്ലുകൾ നേരത്തെ പൊഴിഞ്ഞു പോകുന്നത് മൂലം പിന്നീടുള്ള പല്ലുകൾ നിരതെറ്റി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൊഴിഞ്ഞു പോകുന്നത് മാത്രമല്ല, കേട് വന്ന് നമുക്ക് നേരത്തെ ആ പല്ലുകൾ എടുത്ത് മാറ്റേണ്ടി വരുമ്പോഴും പിന്നീട് വരുന്ന പല്ലുകൾക്ക് വളരെയധികം നിരതെറ്റൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾക്ക് ചവച്ചരച്ച് കഴിക്കാൻ പലപ്പോഴും ഈ കേടുകൾ നിൽക്കുന്നത് കൊണ്ട് സാധിക്കില്ല. നമ്മൾ പല്ല് പറിച്ച് കളയുമ്പോൾ അത് അവരുടെ ഡയറ്റിനെ വല്ലാതെ ബാധിക്കും. അപ്പൊ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. പാൽപ്പല്ലുകൾ കറക്റ്റ് സമയത്ത് കേടുകൾ ഉണ്ടെങ്കിൽ അടച്ചു വെക്കുകയും മറ്റ് സംരക്ഷണങ്ങൾ കൊടുക്കുകയും കറക്റ്റ് സമയത്ത് മാത്രം അവ പൊഴിഞ്ഞു പോകുന്ന രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് പോവുകയും ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, പേരൻസ് വരുത്തുന്ന വലിയൊരു തെറ്റെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് അമിതമായ ഷുഗറി ആയിട്ടുള്ള ഫുഡ്സ്, ബീവറേജസ് ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പൊ എപ്പോഴും അവർക്ക് കേട് വരാനുള്ള ഒരു ചാൻസ് ഭയങ്കരമായിട്ട് കൂടും. ഇതൊക്കെ പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.